ഹാപ്പിയാണ്. ഇനി ഓഡിയൻസ് കണ്ട് ബാക്കി റിസൾട്ട് പറയുന്നത്. ഈ സിനിമ പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ടല്ലോ, അത് ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണമെന്നായിട്ട് തോന്നുന്നു. ഉറപ്പായിട്ടും നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്നുള്ള നമ്മളുടെ എന്താ പറയാ നമ്മളുടെ ഭാഗം ശരിക്കും കാണിച്ചുകൊണ്ട് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ പുരുഷന്മാരും ഇരയാവുന്ന സന്ദർഭങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു ഫിലിമിലൂടെ പുറത്ത് കാണിക്കുമ്പോൾ സന്തോഷം. ഈക്വാലിറ്റി ആണല്ലോ നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. അപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും നല്ല സ്ത്രീകളും നല്ല പുരുഷന്മാരും അതൊരു കാറ്റഗറിയാണ്. മോശം സ്ത്രീകളും മോശം പുരുഷന്മാരോടൊപ്പം ഉണ്ട് എന്നുള്ളത് കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഈ സിനിമ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. ആഫ്രിക്കയോടുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ മാക്സിമം നമുക്ക് പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, സ്പേസ് തരും. അപ്പോൾ അത് ഒരു തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു ലക്കായിരുന്നു. അത് പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് പുള്ളി നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല മൂവിയാണ്. ആദ്യമായിട്ട് എന്താ പറയാ, ഇത്രയും കാലം പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിരുന്ന മൂവിയായിട്ട് തോന്നില്ല. ആദ്യമായിട്ട് ഒരു പുരുഷന്മാർക്ക് ഒരു സിനിമ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും കാണാം. നല്ല പടമായിരുന്നു. ആസിഫ് നന്നായിരുന്നു, എല്ലാവരും നന്നായിട്ടുണ്ട്. ആസിഫലിയുടെ റേഞ്ച് ഇതിനകത്ത് തന്നെ ഉണ്ട്. കുഴപ്പമില്ല. ആസിഫലി വീണ്ടും തുടരും. ആസിഫലി വീണ്ടും ഹിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. കുഴപ്പമില്ല. നല്ലൊരു കുടുംബമായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു കൊച്ചു ചിത്രം. ഒരു കുടുംബ കോടതി പശ്ചാത്തലത്തിലുള്ള ഒരു കുടുംബകോടം ഫാമിലിയായിട്ട് കാണാൻ നല്ല സിനിമ കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇന്റർവ്യൂട്ട് തോന്നിയായിരുന്നു, പക്ഷേ ഇന്റർവ്യൂ കഴിഞ്ഞ പടം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ആസിഫലി ഉഗ്രനായിട്ടുണ്ട്. എല്ലാം നല്ലൊരു റേഞ്ചിലാണ് പടം. അത്യാവശ്യം തമാശം എല്ലാം ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല. നല്ലതാണ്.